ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട കബാബാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കബാബ് ഉണ്ടാക്കാനായി ഞാനിവിടെ 5 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓരോ മുട്ടയും നീളത്തിൽ 4 കഷ്ണങ്ങളായി വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് നന്നായി പൊടിച്ചെടുക്കണം. ഇത് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ്. കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ബ്രെഡ് സ്ലൈസ് മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കബാബിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം നന്നായി പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, എന്നാലും നന്നായി ഒന്ന് വഴന്ന് കിട്ടണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിടണം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇത്രയുമാണ് മുട്ട കബാബിലേക്കായിട്ടുള്ള മസാലപ്പൊടികൾ. ഇനി ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് മസാലയുടെ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട കബാബിനുള്ള ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായി മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ മൈദയും ഒരല്പം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് കലക്കിയെടുത്ത് വയ്ക്കാം. ഇപ്പോൾ മസാലക്കൂട്ട് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് മസാല ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം.
അതിനുശേഷം മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ കഷ്ണം എടുത്ത് ഇതിലേക്ക് വെച്ച് നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി ഇത് ഉന്നക്കായുടെയൊക്കെ ഒരു ഷേപ്പിലേക്ക് നീളത്തിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മൈദ സ്ലറിയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യത്തെ കബാബ് ഇവിടെ ഫ്രൈ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ കബാബും ചെയ്തെടുക്കാം. മുട്ട കബാബ് എല്ലാം ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യാം. ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് ഓരോ കബാബായി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ കബാബ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് വശവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. മുട്ട കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഈ എഗ്ഗ് കബാബ് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.